എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിരുന്നു ഈ സെക്കൻഡ് ബ്ലോക്കിൽ ഇന്ത്യൻ കൾച്ചറിലെ ഹ്യൂമൻ വാല്യൂസ് ഇല്ലേ, അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ അടങ്ങിയിട്ടുള്ള വാല്യൂസ് ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഏതായാലും സ്പീഡ് തുടങ്ങുന്നത് കുറെ നേരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആരും ജോയിൻ ചെയ്യുന്നത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരാളാകുമ്പോഴും നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം മനുഷ്യരെപ്പോഴും ചില അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം അല്ലെങ്കിൽ ഉത്തരം അറിയാനുള്ള താല്പര്യം എപ്പോഴും മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്, ശരിക്ക് ദൈവം എന്നൊരു വസ്തു അല്ലെങ്കിൽ ദൈവം എന്നൊരാൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് എപ്പോഴും കുറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത്, അനുഭവിക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വേദനകൾ, ദൈവം കുറെ വേദനകളും രോഗങ്ങളും നൽകുന്നതിന് പിന്നിലുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഈ നോളേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ പറയുമ്പോൾ എന്താണ്. അതേപോലെ തന്നെ ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അത് ശാശ്വതമായിട്ടും എല്ലായിടത്തേക്കും ഒരേപോലെ ബാധകമാവുന്നതാണോ, തുടങ്ങിയിട്ടുള്ള ഒരുപാട് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ മനുഷ്യർക്ക് എപ്പോഴും അറിയാൻ, അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ മനുഷ്യർക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരിക്കും. ഈ ഒരു ചോദ്യത്തെയാണ്, ഈ ഒരു സത്യം കണ്ടെത്താൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെയാണ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, തത്വശാസ്ത്രപരമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ചോദ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമം എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഏതായാലും അപ്പൊ നമ്മള് ഫിലോസഫിയെ കുറിച്ച് പറയാം. ഫിലോസഫി എന്ന് പറഞ്ഞാല് ഒരു ഫിലോസോഫിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ഫിലോസഫി എന്ന വേർഡ് വന്നിട്ടുള്ളത്. ഈ ഫിലോസോഫിയ എന്നതിന്റെ അർത്ഥം ലവ് ഓഫ് വിസ്ഡം ഇല്ലേ, ബുദ്ധിയോടുള്ള ഒരു ആഗ്രഹത്തെ, താല്പര്യത്തെ, സ്നേഹത്തെയാണ് നമ്മൾ ഫിലോസോഫിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിലോസോഫിയ, ലവ് ഓഫ് വിസ്ഡം എന്ന അർത്ഥം വരുന്ന ഫിലോസോഫിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫിലോസഫി എന്ന ഈ വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും, ഈ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൂത്തിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ചുള്ള, അതേപോലെ തന്നെ റിയാലിറ്റി ആൻഡ് എക്സിസ്റ്റൻസ്, എന്താണ് നമ്മുടെ മനുഷ്യന്മാർ കുറെ വസ്തുക്കൾ, ജീവജാലങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇവയുടെയൊക്കെ റിയാലിറ്റി, ഇവയുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള പരമാർത്ഥം അല്ലെങ്കിൽ പരമസത്യമായിട്ടുള്ള ഘടകം എന്താണ്, അതേപോലെ തന്നെ മനുഷ്യർ നിലനിൽക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, ഇവരുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ ഈ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്രീഡം, നോളേജ്, തോട്ട് ആൻഡ് ആക്ഷൻ, ദ യൂണിവേഴ്സ്, അതേപോലെ തന്നെ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന, അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഫിലോസഫി എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ എപ്പോഴും ഫിലോസഫേഴ്സ് എപ്പോഴും ഇതിനൊക്കെയുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു റാഷണൽ, ബുദ്ധിപരമായിട്ടുള്ള, അതേപോലെ തന്നെ ലോജിക്കൽ ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം ഓരോ ഡിസിപ്ലിനിലും, ഓരോ വിജ്ഞാന ശാഖകളിലും ട്രൂത്ത് കണ്ടെത്താൻ, സത്യം കണ്ടെത്താൻ ഓരോ മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ സയൻസിൽ ഒരു കാര്യം കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ശരി കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. പക്ഷെ ഫിലോസഫിയിൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ലോജിക്കൽ ആയിട്ടുള്ള, ബുദ്ധിയോട് റാഷണൽ ആയിട്ടുള്ള അപ്രോച്ചുകളിലൂടെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ട്രൂത്ത് കണ്ടെത്താൻ ആണ് ഫിലോസഫിയിൽ ശ്രമിക്കുന്നത്, ഫിലോസഫേഴ്സ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇനി ഫിലോസഫിയെ കുറിച്ച് പറയുമ്പോൾ ഫിലോസഫി എന്നുള്ളത് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ജസ്റ്റ് ഒരു ഭാവം മാത്രമുള്ള ഒരു പഠനശാഖയല്ല, ഡിസിപ്ലിൻ അല്ല. ഈ ഫിലോസഫി എന്ന ഈ ഡിസിപ്ലിനിക്ക്, ഈ ഒരു വിജ്ഞാന ശാഖയ്ക്ക് വ്യത്യസ്തങ്ങളായ ബ്രാഞ്ചുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിലോസഫിയിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ സയൻസിൽ തന്നെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഒക്കെ ഉള്ള പോലെ തന്നെ ഫിലോസഫിയിലും കുറെ പാർട്ടുകൾ, കുറെ ബ്രാഞ്ചസുകൾ ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഈ മെറ്റാഫിസിക്സ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മെറ്റാഫിസിക്സ് എന്ന ഫിലോസഫിയുടെ ബ്രാഞ്ചസ് ചർച്ച ചെയ്യുന്നത് എന്താണ്, നമ്മുടെ റിയാലിറ്റി, ഒരു വസ്തുവിന് ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കും, ഒരു ആത്മാവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആത്മാവ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു വസ്തുവിന്, ഓരോ വസ്തുവിനും ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കും. ആ ഒരു റിയാലിറ്റിയുടെ നേച്ചർ എന്താണ്, ഒരു വസ്തുവിന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഈ പ്രകൃതി എന്താണ്,
തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഫിലോസഫിയിലെ ബ്രാഞ്ചിനെയാണ് നമ്മൾ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഇത് അരിസ്റ്റോട്ടലിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മെറ്റാഫിസിക്സ് എന്ന പേര് വന്ന ഒരു കാരണമൊക്കെ പറയാറുണ്ട്. അപ്പൊ അരിസ്റ്റോട്ടലില് ഏകദേശം എല്ലാ വിജ്ഞാന ശാഖയിലും, ഫിസിക്സില്, അതേപോലെ തന്നെ എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള കുറെ വിജ്ഞാന ശാഖകളിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുള്ള ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഈ അരിസ്റ്റോട്ടലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ക്രോഡീകരിക്കാൻ ശ്രമിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസിന്റെ കൂട്ടത്തിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസിന് ശേഷമായിരുന്നു ഈ മെറ്റാഫിസിക്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ യൂണിവേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ റിയാലിറ്റിയെ കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്യുന്ന അരിസ്റ്റോട്ടലിന്റെ ആർട്ടിക്കിൾസ് കണ്ടെത്തപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മെറ്റാഫിസിക്സ് എന്നൊരു പേര് വന്നത്. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് ശേഷം വരുന്നത് എന്നർത്ഥം. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ ആർട്ടിക്കിൾസിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസിന് ശേഷമായിരുന്നു ഈ യൂണിവേഴ്സിനെ കുറിച്ച്, റിയാലിറ്റിയെ കുറിച്ച്, എക്സിസ്റ്റൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടിനിക്ക് മെറ്റാഫിസിക്സ് എന്നൊക്കെ പേര് കിട്ടിയത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഇതിന് ജ്ഞാന സമ്പാദന ശാസ്ത്രം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അഥവാ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവ് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് അറിവ് കരസ്ഥമാക്കാൻ കഴിയുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ നോളേജുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്ന ബ്രാഞ്ച് ഓഫ് നോളേജ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് നമുക്ക് ഏറ്റവും പരിചിതമായിരിക്കും. അപ്പൊ ഇതില് ഈ എത്തിക്സിന് മോറൽ ഫിലോസഫി എന്നും പേരുണ്ട്. അപ്പൊ ഏതായാലും മൊറാലിറ്റി എന്താണ്, അതുപോലെ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്ന തന്നെയാണ് നമ്മൾ എത്തിക്സ് അല്ലെങ്കിൽ മോറൽ ഫിലോസഫി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് നമ്മൾ ഈ ചാപ്റ്റർ കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ചാപ്റ്ററിനോട് അത്രമാത്രം റെലവൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച നമ്മൾ എപ്പിസ്റ്റമോളജിയെ കുറിച്ചോ മെറ്റാഫിസിക്സിനെ കുറിച്ചോ ഒന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഏതായാലും അപ്പൊ ഈ ഒരു മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, എത്തിക്സ് ഇങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ചുകളാണ് എസ്തെറ്റിക്സ്, അതേപോലെ ലോജിക്. എസ്തെറ്റിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലെ, സൗന്ദര്യ ശാസ്ത്രം. അപ്പൊ ഒരു വസ്തുവിന്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു വസ്തുവിന്റെ സൗന്ദര്യം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എസ്തെറ്റിക്സിൽ ചർച്ച ചെയ്യുന്നത്. ലോജിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ തർക്കശാസ്ത്രം എന്നൊക്കെ പറയാം. ഒരു രണ്ടുപേർ തമ്മിൽ സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ സംവാദം നടത്തുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫാലസീസ് ആണ്, നമ്മളിപ്പോ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സില്ലോജിസംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതേപോലുള്ള കുറെ ഫാലസീസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഫാലസീസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന, സില്ലോജിസംസ് ഒക്കെ ചർച്ച ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് ലോജിക് എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വാല്യൂസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഫിലോസഫി അല്ലെ, വാല്യൂസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫിലോസഫി നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല. പ്യുവർ ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഫിലോസഫിയും വാല്യൂസും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഫിലോസഫിയിൽ പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ തന്നെ പ്രധാനമായും നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ യൂണിറ്റിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചൊക്കെ കോംപ്ലക്സ് അല്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു യൂണിറ്റ് കൂടിയാണ് ഈ ഭാഗം. അപ്പൊ ഈ ഫിലോസഫി ഇൻ എവരിഡേ ലൈഫ് അല്ലെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിലോസഫിക്ക് വലിയ പ്രാധാന്യം വരുന്നുണ്ട്. അത് ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും ഫിലോസഫി ഉണ്ടാവും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ജീവിതത്തോടുള്ള ഒരു ദർശനം ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ നിലപാടായിരിക്കും ജീവിതത്തോട് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഈ ജീവിതത്തോടുള്ള നിലപാടിനെ അല്ലെങ്കിൽ ദർശനത്തെ നമുക്ക് അയാളുടെ ഫിലോസഫി ആണെന്ന്, പേഴ്സണൽ ഫിലോസഫി ആണെന്ന് നമുക്ക് പരിചയപ്പെടുത്താനാവും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സത്യസന്ധതയെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട്, അഹിംസയെ കുറിച്ചിട്ട്, കാരുണ്യത്തെ കുറിച്ചിട്ട്, വലിയ ആൾക്കാരെ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ സാമുദായികമായിട്ടുള്ള അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊക്കെ ഓരോ വ്യക്തിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും. അപ്പൊ ഓരോ വ്യക്തിയുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള വിശ്വാസങ്ങളാണ് ഒരു വ്യക്തിയുടെ ഫിലോസഫി ഓഫ് ലൈഫ്, അയാളുടെ ജീവിതത്തിന്റെ ഫിലോസഫിയെ നിർണ്ണയിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ഏതായാലും നമുക്കറിയാം വെസ്റ്റേൺ ഫിലോസഫി അല്ലെ, പാശ്ചാത്യ ഫിലോസഫിയിൽ ഒരുപാട് സ്കൂൾസ് അല്ലെങ്കിൽ ഒരുപാട് ശാഖകളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫിയിലും ഒരുപാട് വ്യത്യസ്ത ട്രഡീഷൻസ്, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂൾസുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് നമ്മൾ വെസ്റ്റേൺ ഫിലോസഫി ഒന്നും ചർച്ച ചെയ്യാതെ പ്യുവർലി ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഇൻട്രോ എന്ന് നിനക്ക് പറയുന്നതാണ്. എന്റെ സ്പീഡ് കംഫർട്ടബിൾ ആണോ? ഒന്ന് ഇൻകോൾ മെസ്സേജിൽ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും.
ഇതൊരു ഇൻട്രോ എന്നോട് ഇത്ര സ്പീഡ് ആക്കിയത്. കുഴപ്പമില്ല സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് പറയാം. എന്താണ് ഈ ഇന്ത്യൻ ഫിലോസഫി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ BC 1500 ഇന്ത്യൻ ഫിലോസഫി തുടക്കം കുറിക്കുന്നത്. ഇപ്പോഴും അതെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ BC 1500 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപം കൊണ്ട ഫിലോസഫിക്കൽ ട്രഡീഷൻസ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന തത്വശാസ്ത്രപരമായിട്ടുള്ള പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ തത്വശാസ്ത്രത്തിന് ഒരുപാട് ചിന്തകരും ഒരുപാട് ആത്മീയ നേതാക്കളൊക്കെ വലിയ വലിയ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തികളെയാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. ശ്രീ ഓറോബിന്ദോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ വലിയ NGO ഒക്കെ പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം ഇദ്ദേഹത്തിന്റെ പേരിൽ കുറെ NGOs ഒക്കെ ഉണ്ട്. ശ്രീ ഓറോബിന്ദോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓറോബിന്ദോ സൊസൈറ്റി എന്നൊക്കെയാണ് ആ NGOസിന്റെ പേര്. ഏതായാലും ശ്രീ ഓറോബിന്ദോയെ പോലെയുള്ള, രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെയുള്ള, മഹാത്മാഗാന്ധിയെ പോലെയുള്ള, ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള, ശ്രീ രാമകൃഷ്ണ പരമഹംസയെ പോലെയുള്ള, ഈ ഇദ്ദേഹത്തെയും ഏകദേശം എല്ലാവർക്കും കേട്ടുപരിചയമുണ്ടാവും. ഈ ഇന്ത്യൻ നവോത്ഥാന നായകരിൽ, റിഫോമിസ്റ്റ് മൂവ്മെന്റ്സിലൊക്കെ ഉൾപ്പെടുന്ന, റിഫോമേഴ്സിലൊക്കെ ഉൾപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഏതായാലും സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള, മദർ തെരേസയെ പോലെയുള്ള, G കൃഷ്ണമൂർത്തിയെ പോലുള്ള ചിന്തകരും അതേപോലെ തന്നെ സ്പിരിച്വൽ ലീഡേഴ്സുമാണ് ഇന്ത്യൻ ഫിലോസഫിക്ക് വലിയ രീതിയിലുള്ള ദിശ നിർണയിച്ചു കൊടുത്തത്. അതേപോലെ ഇന്ത്യൻ ഫിലോസഫിയിലെ സ്കൂൾസിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിലെ ബ്രാഞ്ചസിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും 3 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയെ കണ്ടെത്താൻ പറ്റും. ഇന്ത്യയിൽ ഉടലെടുത്ത പ്രധാനപ്പെട്ട 3 ഫിലോസഫിക്കൽ പാരമ്പര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തത് ഹിന്ദു ഫിലോസഫി, രണ്ടാമത്തത് ബുദ്ധിസ്റ്റ് ഫിലോസഫി, മൂന്നാമത്തത് ജൈൻ ഫിലോസഫി. ഇനി ഇന്ത്യൻ ഫിലോസഫി, അപ്പൊ ഈ 3 ഫിലോസഫിക്കൽ സ്കൂൾസ് ഇന്ത്യയിൽ ഉറവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾസ് ആണ്. ഇനി ഇന്ത്യൻ ഫിലോസഫി മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്കൂൾസിലും പറയുന്ന, മുന്നോട്ട് വെക്കുന്ന വാല്യൂസിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂളുകൾ 4 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട വാല്യൂസിനെ മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. 1 ധർമ്മ, 2 കർമ്മ, 3 ആത്മാൻ, 4 മോക്ഷ എന്നിങ്ങനെയൊക്കെയാണ് ഉള്ള ഒരു 4 കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ 4 വാല്യൂസ് ഓരോ ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് റേഷണലി അല്ലെ, ബുദ്ധിപരമായിട്ടും സയന്റിഫിക്കലിയും നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും വേണം. അല്ലാതെ ഇത് അന്ധമായിട്ട് വിശ്വസിക്കുകയോ അനുകരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇവ 4 പരസ്പരം ബന്ധിതമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇനി ഓരോന്നോരായിട്ട് എന്താണ് ഈ ധർമ്മ, എന്താണ് ഈ കർമ്മ, എന്താണ് ആത്മാൻ, എന്താണ് മോക്ഷ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ധർമ്മയെ കുറിച്ച് പറയുമ്പോൾ, ധർമ്മ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു ഓർഡർ, ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ക്രമം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ ലോകത്തിന്റെ ക്രമത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ധർമ്മ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോ ഓരോ വ്യക്തികളും അവരുടെ കർമ്മ, അവരുടെ ഡ്യൂട്ടീസുകൾ കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ധർമ്മ, ഈ ഒരു ഓർഡർ നിലനിന്ന് പോവുകയുള്ളൂ. അപ്പോ ഓരോ വ്യക്തികളിലും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ ഏൽപ്പിക്കപ്പെട്ട കർമ്മ നിർവഹിക്കാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അധർമ്മത്തിലേക്ക്, ഒരു ഡിസോർഡർ ഉണ്ടാവുന്നതിലേക്ക് നയിക്കുകയും ലോകത്ത് ഒരു കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ധർമ്മ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ഇപ്പൊ ബുദ്ധിസത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിസത്തില് ഈ ബുദ്ധന്റെ അധ്യാപനങ്ങളെയാണ് ധർമ്മ എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണല്ലോ കർമ്മ എന്നുള്ളത്. അപ്പൊ ഈ കർമ്മ എന്താണ്? കർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ഷൻ ഓർ ഡ്യൂട്ടി, ഓരോരുത്തരും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ഓരോരുത്തരും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഓരോ പ്രവർത്തിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ്, അനന്തരഫലങ്ങൾ, ഒരു റിസൾട്ടുകൾ ഉള്ളതായിട്ട് നമുക്ക് അറിയാം. അപ്പോ തെറ്റായ പ്രവണതകൾ എന്ത് ചെയ്യും, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ലോകത്തിന്റെ ഓർഡർ, ഒരു ക്രമത്തെ എന്ത് ചെയ്യും, അത് പ്രയാസപ്പെടുത്തുകയും അത് പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുമെന്നാണ് കർമ്മ പറയുന്നത്. ഇനി ആത്മാൻ എന്ന കോൺസെപ്റ്റ് എന്നാ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ ഈ ആത്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. അപ്പൊ ഓരോ വ്യക്തിയുടെ ഉള്ളിലും എന്തുണ്ട്, അവരുടെ ആത്മീകമായിട്ടുള്ള ഒരു എസൻസ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഘടകം ഓരോ വ്യക്തിയിലും അടങ്ങി കിടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ആത്മാൻ എന്ന് വിളിക്കുന്നത്. മോക്ഷ,
മോക്ഷ എന്നുള്ള ഉദ്ദേശം ഈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വ്യക്തി താല്പര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ദേഹേച്ഛകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുക. മനുഷ്യർക്ക് അനാവശ്യമായി ഉണ്ടാവുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുണ്ടാവുന്ന ആർത്തി പോലെയുള്ള ഓരോ ഫീലിങ്സ് അതിൽ നിന്നൊക്കെ മനുഷ്യനെ മോചിപ്പിച്ച് സ്ഫുടം ചെയ്തെടുക്കുന്ന അവനെ സാനിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോക്ഷ എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മളെ ഇറ്റ് ഈസ് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത് ഇല്ലേ, ജനിക്കുക പുനർജനിക്കുക തുടങ്ങിയിട്ടുള്ള ആ ഒരു സൈക്കിളിൽ നിന്നൊക്കെ മനുഷ്യൻ മോചിപ്പിക്കപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ മോക്ഷ എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഭഗവത്ഗീത ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഓരോ വ്യക്തിയും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത പറയുന്നത് ഓരോ പ്രവർത്തികളും അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെന്ത് ചെയ്യും, കൃത്യമായി കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടും കൃത്യമായി ഡിറ്റർമൈൻഡ് ആയിട്ടോ മനസ്സോടെയും സത്യസന്ധമായിട്ടും നീതിപൂർവമായിട്ടും പരസ്പര ബഹുമാനത്തോടെയും എന്ത് ചെയ്യണമെന്നാണ് ഭഗവത്ഗീത ഒക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്ന് മാത്രമല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വെറുതെ ഒരു ഫോയിൽ ചെയ്തു പോവാതെ ആ ഒരു കർമ്മത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ പർപ്പസ് എന്താണ്, അതുകൊണ്ടുള്ള കോൺസിക്വൻസ് എന്താണെന്ന് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ബോധവാന്മാരായിരിക്കണം എന്നൊക്കെ ഭഗവത്ഗീത ഉത്ബോധിപ്പിക്കുന്നുണ്ട്, നമ്മോട് ഉണർത്തുന്നുണ്ട്. അപ്പോ ഗീത എന്ത് പറയുന്നുണ്ട്, കുറച്ചും കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ റിസൾട്ട്സ് ഓഫ് ദ ആക്ഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് നമുക്കെന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല അല്ലെ. ആ ഒരു ചിന്ത ഇല്ലാതെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്കെന്ത് ഗുണം കിട്ടുമെന്ന ചിന്തയില്ലാതെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാമെന്നാണ് ഭഗവത്ഗീത പറയുന്നത് അല്ലെ. പെർഫോമിങ് ഡ്യൂട്ടി വിത്തൗട്ട് ആങ്സൈറ്റി അബൌട്ട് ഔട്ട്കംസ്. എന്ത് ഉണ്ടാവും, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്ത് ലഭിക്കും തുടങ്ങിയിട്ടുള്ള ഔട്ട്കംസിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യണമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭഗവത്ഗീത ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു ദർശനത്തെ നമുക്ക് ആസ് യു സോ യു റീപ്പ് അല്ലെ, വിതച്ചതേ കൊയ്യൂ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി പറയാൻ പറ്റും. നിങ്ങൾ കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലെ, സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. അപ്പൊ ഇതൊക്കെ പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനം കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണമെന്നാണ് ഇതൊക്കെയും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് കുട്ടികളിലേക്ക് ഈ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുക? നമുക്കറിയാം, അവർക്ക് അവരുടെ സ്വന്തത്തെ കുറിച്ച്, അവരുടെ കുടുംബത്തെ കുറിച്ച്, ടീച്ചേഴ്സിനെ കുറിച്ച്, സ്കൂളിനെ കുറിച്ച്, അവരുടെ സുഹൃത്തുക്കളെ കുറിച്ചും രാജ്യത്തെ കുറിച്ചൊക്കെ അവരോട് സ്വയം വിലയിരുത്താനും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരായി മാറുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവർ നല്ല രീതിയിൽ ഹോംവർക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ, അവർ നല്ല ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവരെ പരാജയപ്പെടുത്തി മുന്നേറുക എന്നതിനപ്പുറം സ്വന്തത്തെയോട് മത്സരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടതെന്നൊക്കെയാണ് ഫിലോസഫി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എഫോർട്ടിനെ കുറിച്ചിട്ട്, കോൺസെൻട്രേഷനെ കുറിച്ചിട്ട്, പെർഫോമൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പൊ ഇതൊക്കെയും ഒരു ഇൻട്രോ എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് കടക്കുകയാണ്. ഈ ഭാഗത്ത് നിന്നും കൺഫ്യൂഷൻ ഉണ്ടോ? ധർമ്മ പറഞ്ഞുതരും, ധർമ്മ മാത്രം. ഓക്കെ, ധർമ്മ. നമ്മൾ 4 ഇന്ത്യൻ ഫിലോസഫിയിൽ വ്യത്യസ്ത സ്കൂളുകൾ ഉണ്ട് പറഞ്ഞു. ഈ ഓരോ സ്കൂളുകളും വ്യത്യസ്ത ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാ ടീച്ചിങ്സിനെയും നമ്മൾ ഒരു സംയോജിപ്പിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഇവരൊക്കെ പറയുന്നത് 4 വാല്യൂസിനെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതാണ് ധർമ്മ. ധർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലേക്ക് ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡറിന്റെ പേരാണ് ധർമ്മ എന്ന് പറയുന്നത്.
ഈ ലോകത്ത് ഓരോരുത്തരും അവരവരുടെ കർത്തവ്യങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഓർഡർ പിന്നീട് മുന്നോട്ട് കൃത്യമായിട്ട് തുടർന്ന് പോവുകയുള്ളൂ. അപ്പൊ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റു വ്യക്തികളൊക്കെ എന്ത് ചെയ്തു, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഈ ലോകത്ത് എന്തുണ്ടാവും, അധർമ്മം ഇല്ല, ഒരു ഡിസോർഡർ തീരുമെന്നാണ് ധർമ്മ എന്ന കോൺസെപ്റ്റ് പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ ആണോ? ധർമ്മം അധർമ്മം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ്. ധർമ്മയുടെ ലിറ്ററൽ മീനിങ് വാക്കർ എന്ന് പറഞ്ഞാൽ കോസ്മിക് ഓർഡർ. ഈ പ്രപഞ്ചത്തിന് ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിനെ കുറിച്ചിട്ടാണ് ധർമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് പറഞ്ഞു ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ദ എയിം ഓഫ് ഇന്ത്യൻ ഫിലോസഫി. നമ്മുടെ ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ, ഇന്ത്യൻ ഫിലോസഫിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഫിലോസഫിക്ക് ദർശന എന്നൊരു പേര് കൂടിയുണ്ട്. കാണുക എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ദർശന എന്ന വേർഡ് വരുന്നത്, അല്ലെ? അപ്പൊ ഇന്ത്യൻ ഫിലോസഫിയുടെ മറ്റൊരു പേരാണ് ദർശന എന്ന് പറയുന്നത്. എന്താ ഈ കാണുക എന്ന അർത്ഥത്തിലുള്ള ഈ ദർശന എന്ന ഇന്ത്യൻ ഫിലോസഫിക്ക് പേര് ലഭിക്കാനുള്ള കാരണം എന്താ? കാരണം ഇന്ത്യൻ ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ടു സീ ദ ട്രൂത്ത്, ഓരോ കാര്യത്തിലെയും സത്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നിട്ട് ആ സത്യം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇന്ത്യൻ ഫിലോസഫി ഏറ്റവും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിലോസഫിക്കൽ സ്കൂളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സ്കൂൾസ് ഫിലോസഫി ഉണ്ട്, അല്ലെ? അതിൽപ്പെട്ട ചിലത് എന്ത് ചെയ്യുന്നു, ദൈവം ഉണ്ടെന്ന് പറയുന്നു. ചില സ്കൂൾസ് ഓഫ് ഫിലോസഫി ദൈവമില്ല എന്ന് പറയുന്നു. ഈ ദൈവം ഉണ്ട് എന്ന് പറയുന്ന ഫിലോസഫിക്കൽ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയെ ആസ്തിക് എന്നും, ദൈവമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂളിനെ നമ്മൾ നാസ്തിക് എന്നും വിളിക്കുന്നു. നമ്മൾ മലയാളത്തിൽ നാസ്തികർ എന്നൊക്കെ പറയാറില്ല ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെ. അപ്പൊ ആസ്തിക് ആയിട്ടുള്ള, ദൈവത്തിൽ വിശ്വസിക്കുന്ന സ്കൂൾസ് ഓഫ് ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയിലുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവമില്ല എന്ന് പറയുന്ന സ്കൂൾസ് ഓഫ് ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയിലുണ്ട്. ആസ്തിക് എന്നും നാസ്തിക് എന്നുമാണ് അവരെ വിളിക്കുന്നത്. അതേപോലെ തന്നെ ചില ഫിലോസഫിക്കൽ സ്കൂൾസ്, ഇന്ത്യൻ ഫിലോസഫിയിലെ ചില സ്കൂളുകൾ വേദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ചില ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂളുകൾ വേദങ്ങളെ, ഈ ഹൈന്ദവ വേദങ്ങളെയും മറ്റ് വേദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തള്ളിക്കളയുന്നുണ്ട്. അപ്പൊ വേദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, വേദങ്ങളെ അനുസരിക്കുന്ന, വേദങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസ് ആണ് സംഖ്യ ഫിലോസഫി, യോഗ ഫിലോസഫി, ന്യായ ഫിലോസഫി, അതേപോലെ തന്നെ വൈശേഷിക ഫിലോസഫി എന്നൊക്കെ അറിയപ്പെടുന്ന സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. എന്നാൽ ചാർബക ഫിലോസഫി, അതേപോലെ ബുദ്ധിസം, അതേപോലെ തന്നെ ജൈൻ ഫിലോസഫി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ എതിർക്കുന്ന ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസിനിടയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? ചിലത് ദൈവമുണ്ടെന്ന് പറയുന്നു, ചില സ്കൂളുകൾ ദൈവമില്ല എന്ന് പറയുന്നു. ചില സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ത് ചെയ്യുന്നു, വേദങ്ങൾ പറയുന്ന ആശയങ്ങളെ ശരിവെക്കുന്നു. മറ്റു ചില സ്കൂൾസ് ഓഫ് ഫിലോസഫി വേദങ്ങൾ പറയുന്നത് നിരാകരിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂൾസ് ഓഫ് ഫിലോസഫി ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞതാണ് എങ്കിൽ പോലും ഇവയെല്ലാം കോമൺ ആയിട്ട് പിൻപറ്റുന്ന, ഇവരെല്ലാം കോമൺ ആയിട്ട് അംഗീകരിക്കുന്ന ചില പ്രത്യേകതകൾ എന്തുണ്ട്, ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസിനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് കോസ്റ്റ് ഫോർ സ്പിരിച്വൽ പ്രോഗ്രസ് ഈസ് എ പ്രീഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ എല്ലാ സ്കൂൾസുകളും, ഇന്ത്യൻ ഫിലോസഫിയിലുള്ള എല്ലാ സ്കൂൾസും മനുഷ്യന്റെ ആത്മീയപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിനുവേണ്ടി അത് അന്വേഷിക്കാൻ, സെർച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എന്ന് മാത്രമല്ല, രണ്ടാമത്തെ പ്രത്യേകത, ഈ പറയപ്പെട്ട എല്ലാ സ്കൂളുകളും മനുഷ്യന്റെ അല്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ഒരു സോൾ, ഒരു ആത്മാവ് അടങ്ങിയിട്ടുണ്ട് എന്നും, ആ ഒരു ആത്മാവിനെ ബോധോദയം ചെയ്തുകൊണ്ട് അവരുടെ റിയാലിറ്റിയിലേക്ക് ഉണർത്തുക അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളത് അനിവാര്യമാണെന്നും ഈ സ്കൂൾസ് ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ എല്ലാ സ്കൂൾസും, ഏകദേശം എല്ലാ സ്കൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വസ്തുക്കൾക്കും ഒരു ആത്മാവുണ്ട് എന്നും, ആ ആത്മാവിനെ എൻലൈറ്റ്മെന്റ് ചെയ്യപ്പെടൽ, അവർക്ക് കൃത്യമായിട്ട് ബോധോദയം നൽകപ്പെടൽ, അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ് എന്നും, അതിനെ സ്ഫുടം ചെയ്തെടുത്ത് ബോധോദയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും വിശ്വസിക്കുന്ന സ്കൂളാണ് ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല,
ഇന്ത്യൻ ഫിലോസഫി അധികം ആൾക്കാർ മനസ്സിലാക്കുന്നത് മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ മതത്തിന്റെ കുറെ ആശയങ്ങളാണ് ഹൈന്ദവ മതത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ജൈനിസത്തിന്റെ കുറെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അധികം ആൾക്കാരും ഇന്ത്യൻ ഫിലോസഫി മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു റിലീജിയസ് തോട്ട്, മതപരമായിട്ടുള്ള ചിന്തകൾക്കപ്പുറം അതേപോലെ തന്നെ വെറും കുറെ ധാർമ്മികപരമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഇന്ത്യൻ ഫിലോസഫി എന്നതിനപ്പുറം അതിനേക്കാൾ അപ്പുറത്തുള്ള ചർച്ചകളും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഫിലോസഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മോക്ഷ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ ആത്മാവിന് എന്ത് ചെയ്യണം, മറ്റെല്ലാ കാര്യങ്ങളൊന്നും മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് മുന്നോട്ട് വെക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫിലോസഫി ട്രൂത്ത് ആൻഡ് നോളജ് ഇല്ലെ, സത്യത്തെ കണ്ടെത്താൻ, അറിവിനെ കണ്ടെത്താൻ, അതിനെ തേടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ സമയത്തും എത്തിക്സ്, ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിലോസഫി എന്ത് ചെയ്യാൻ പറ്റും, ഈ മോറൽസിന്റെ അതേപോലെ മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്ന മൂല്യങ്ങളുടെ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ ഫിലോസഫിയെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന വാല്യൂസിന്റെ ഒക്കെ ഉറവിടം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന മോറൽസിന്റെ ധാർമ്മികതകളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ഹാപ്പിനെസ്. അപ്പൊ സന്തോഷം, മനുഷ്യർക്ക് സന്തോഷം പകരുക, സന്തോഷവാനായി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിൽ മനുഷ്യർക്ക് സന്തോഷിക്കാം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫിലോസഫി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധ, ഇന്ത്യൻ ഫിലോസഫി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് ബുദ്ധ ഫിലോസഫി. ബുദ്ധ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഒരു 8 പാതകൾ ഇല്ലെ, അഷ്ടാംഗ മാർഗ എന്നറിയപ്പെടുന്ന ഒരു 8 പാതകൾ എന്ത് ചെയ്യുന്നുണ്ട് വിവരിക്കുന്നുണ്ട്. മനുഷ്യനിക്ക് നമ്മുടെ ഈ ലോകത്തുള്ള ഈ ഐഹിക ലോകത്തുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷപ്പെട്ട് അതിൽ നിന്നൊക്കെ മോചിതരായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 മാർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 8 ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ എന്ന് പറയപ്പെടുന്ന ഒരു 8 മാർഗങ്ങൾ ബുദ്ധ ഫിലോസഫിയൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, ഹാപ്പിനെസ് ആണ് ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഒരു കോർ വാല്യൂ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മനുഷ്യൻ സന്തോഷവാനായി ഇരിക്കുക എന്നുള്ളതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞാണ് ഇന്ത്യൻ ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി ആയിട്ടുള്ള ബുദ്ധ ഫിലോസഫി എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യർക്ക് വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കരകയറാൻ, അതിനൊക്കെ പരിഹരിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ ഒരു 8 മാർഗങ്ങൾ അല്ലെ, അഷ്ടാംഗ മാർഗ എന്നാണ് ആ ഒരു ആശയത്തെ അവർ അഷ്ടാംഗ മാർഗ എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആശയമൊക്കെ ബുദ്ധ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫി എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ സാധന ഇല്ലെ, ഓരോ വ്യക്തിയുടെയും എന്താ പറയാ, ഓരോ വ്യക്തി വൈയക്തികമായിട്ടുള്ള മോക്ഷം അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രെസ് ചെയ്ത് പറയുന്നതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ വെൽബീയിങ്ങിന് ഇല്ലെ, ലോകത്തുള്ള എല്ലാവരുടെയും ഒരു വ്യക്തിക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതിനെ കൂടി ശക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് അവിടെ പറയുന്നുണ്ട്, നമുക്ക് ശങ്കരാചാര്യയെ പോലെയുള്ള, മഹാവീരയെ പോലെയുള്ള, ബുദ്ധയെ പോലെയുള്ള, ഗാന്ധിയെ പോലെയുള്ള, ടാഗോറിനെ പോലെയുള്ള, ഈ ശ്രീ ഓറോബിന്ദയെ പോലെയുള്ള ഈ ഫിലോസഫേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് അല്ലെ, നവോത്ഥാന നായകരായിട്ട് കൂടി നമുക്ക് അവരെ കണക്കാക്കാൻ കഴിയും. വെറും ഒരു ഫിലോസഫർ എന്നതിനപ്പുറം യൂണിവേഴ്സൽ വെൽബീയിങ്ങിന് അല്ലെ, ലോകത്താകമാനം ഒരു നല്ല അവസ്ഥ അല്ലെങ്കിൽ ഒരു ഗുണം എപ്പോഴും നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിലോസഫേഴ്സ് എന്നതിനപ്പുറം സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല അധിക ഇന്ത്യൻ ഫിലോസഫീസും എന്ത് ചെയ്യുന്നുണ്ട്, തിയറി ഓഫ് കർമ്മ എന്നതിൽ വളരെയധികം വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. ഈ തിയറി ഓഫ് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും അല്ലെ, റിസൾട്ട്സ് ഓഫ് ആക്ഷൻസ് ഇൻ ദ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ലൈഫ്സ് ഡിറ്റർമൈൻ ദ കോഴ്സ് ഓഫ് ലൈഫ്. നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചറിനെ നിർണയിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മളെപ്പോഴും ഫ്രീക്വന്റ്ലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കർമ്മ എന്നുള്ളത്. കർമ്മ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മ ചെയ്താൽ തിന്മ തിരിച്ചു കിട്ടുമെന്നാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന്റെ ആകത്തുക എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ നമ്മളിപ്പോ കുറച്ചു നേരം മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചൊരു മറ്റൊരു കോൺസെപ്റ്റ് ആണ് ലിബറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിബറേഷൻ ഇസ് ദ ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് കർമ്മ. ഈ കർമ്മയിൽ നിന്നുള്ള മോചനത്തെയാണ് നമ്മൾ ലിബറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അധിക ഇന്ത്യൻ സ്കൂൾസും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കർമ്മയിൽ അതേപോലെ തന്നെ മോക്ഷയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചാർവക സ്കൂൾ, ഇന്ത്യൻ ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ചാർവക സ്കൂൾ. ചാർവക സ്കൂൾ ഇത്തരത്തിലുള്ള കർമ്മയില് അതേപോലെ തന്നെ പുനർജന്മത്തിലൊക്കെ ഒന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോ മൊത്തത്തിൽ പറഞ്ഞ ഈ കർമ്മ എന്ന ഒരു ആശയത്തിനൊക്കെ എന്ത് ചെയ്യുന്നു? നല്ല പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ധർമ്മ, ഇന്ത്യയിൽ ധർമ്മ എന്ന ഈ കോൺസെപ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഏതായാലും ദർശനയുടെ ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദർശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയുടെ മറ്റൊരു പേരാന്ന് പറഞ്ഞു. അതേപോലെ ധർമ്മയുടെ ആയിക്കോട്ടെ, എല്ലാറ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾക്ക് അജ്ഞതയിൽ നിന്നും അതേപോലെ തന്നെ സഫറിങ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? ലിബറേഷൻ ഉണ്ടാക്കിയെടുക്കുക, മോചനം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് ഗണിക്കുന്നത്, പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇന്ത്യൻ ഫിലോസഫിയിലെ കുറച്ച് നമ്മളിപ്പോ എന്ത് ചെയ്തു? ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തന്നു. ഇന്ത്യൻ ഫിലോസഫിയിൽ എങ്ങനെയാണ് വാല്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന വാല്യൂസ് ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞു. ഇനി ഇന്ത്യൻ ഫിലോസഫിയിലെ ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ ഒരു ചരിത്രമാണ് പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫിക്ക് ഏകദേശം എന്നുകൊണ്ട് 3300 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇല്ലെ, BC 1500 തുടങ്ങി 3300ഓളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒന്നാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. നമുക്കതിനെ പ്രധാനമായും 5 കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു 5 കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്നാമത്തത് BC 1500 മുതൽ BC 500 വരെയുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേദാസ്, ഉപനിഷത്തുകള് അതേപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉത്ഭവിച്ചു വന്ന ഒരു വേദിക് പീരീഡ് ആയിട്ട് ഈ കാര്യങ്ങളെ കണക്കിലാക്കാം. അപ്പൊ ഇന്ത്യൻ ഫിലോസഫിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് വേദാസും ഉപനിഷത്തുകളും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ BC 600 മുതൽ AD 200 വരെയുള്ള കാലഘട്ടം, അതാണ് രണ്ടാമത്തെ കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ജൈനമതം, അതേപോലെ തന്നെ ബുദ്ധമതം, ഭഗവത്ഗീത, മനുസ്മൃതി, അതേപോലെ തന്നെ കുറെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ദർശനാസ്, ഫിലോസഫികളൊക്കെ എന്ത് ചെയ്യുന്നത്? കടന്നു വന്നുള്ള ഈ കാലഘട്ടത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് AD 200 തന്നെ എന്ത് വരുന്നു? ബുദ്ധിസം, അതേപോലെ തന്നെ നാഗാർജുന തുടങ്ങിയിട്ടുള്ള ഫിലോസഫേഴ്സിനെ കടന്നു വരും. നമുക്കിതിനെ സൂത്ര പീരീഡ് എന്ന് വിളിക്കാം. പിന്നെ അതിനുശേഷം നാലാമത്തെ ഒരു കാലഘട്ടം എന്നുള്ളത് AD 600 വരെയുള്ള കാലഘട്ടമാണ്. AD 600 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ശങ്കരാചാര്യരുടെ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഒക്കെ ഉയർന്നു വന്നത്, വേദാന്തമൊക്കെ ഉയർന്നു വന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ AD 900 ശേഷമുള്ള വർഷങ്ങളെ മറ്റൊരു കാലഘട്ടമായിട്ട് പരിഗണിക്കാം. അപ്പൊ ഇതിനെ നമുക്ക് വേദാന്തിക് സ്കൂളുകൾ, അല്ലെ, ഈ വിശിഷ്ടദ്വൈത, ദ്വൈത തുടങ്ങിയിട്ടുള്ള സ്കൂൾസ് ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസ് ഒക്കെ ഉയർന്നു വന്ന ഈ കാലഘട്ടമാണ് 5ാമത്തെ കാലഘട്ടമായിട്ട് നമുക്ക് പരിഗണിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് വേദിക് പീരീഡ് ആയിരുന്നു എന്ന് പറഞ്ഞു, അല്ലെ. BC 1500 മുതൽ BC 500 വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വേദിക് കാലഘട്ടം ഉണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വേദങ്ങൾ എന്ത് ചെയ്തു? ഉയർന്നു വന്നു. അതിൽ കുറെ സംഹിതാസ് എന്നറിയപ്പെട്ട ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, ബ്രാഹ്മണാസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അറങ്ക്യാസും ഉപനിഷത്തുകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യപ്പെട്ടു? രചിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വേദിക് ലിറ്ററേച്ചറുകൾ ഉടലെടുത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഏതായാലും പ്രധാനമായിട്ടും 4 സംഹിതകൾ, 4 നിയമങ്ങളായിരുന്നു ദൈവത്തെ ചുറ്റിപ്പറ്റി അന്ന് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നാല് നിയമാവലികളായിരുന്നു ദൈവത്തെക്കുറിച്ച് പറയുന്ന 4 പുസ്തകങ്ങളൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഋഗ്വേദ, രണ്ടാമത്തത് അഥർവേദ, പിന്നെ സാമവേദ, അതേപോലെ തന്നെ യജുർവേദ. ഈ പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിൽ ദൈവത്തിനെ കുറിച്ചൊക്കെ പറയപ്പെട്ടിരുന്നത്. അപ്പൊ ഒന്നാമത്തത് ഋഗ്വേദ. ഋഗ്വേദയിൽ ഋഗ്വേദയിൽ 1028
സ്തുതിഗീതങ്ങൾ, ദൈവത്തെ കുറിച്ചിട്ടുള്ള ഗീതങ്ങൾ 1028 വരികൾ എന്തുണ്ടായിരുന്നു, ദൈവത്തെ കുറിച്ച് പറയുന്ന വരികൾ ഉണ്ടായിരുന്നു. അഥർവേദയിലും ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ഭംഗിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അഥർവേദത്തിൽ ഉണ്ടായിരുന്നത്. ഇനി സാമവേദയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ ഋഗ്വേദത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള അതുമായി അതേ ആശയങ്ങൾ തന്നെ മുന്നോട്ട് വെക്കുന്ന കളക്ഷൻ ഓഫ് സോങ്സ്, കുറെ പദ്യങ്ങൾ അല്ലെങ്കിൽ ഗാനങ്ങളായിരുന്നു സാമവേദത്തിൽ ഉണ്ടായിരുന്നത്. യജുർവേദത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവങ്ങൾക്ക് വേണ്ടി നടത്തേണ്ട റിച്വൽസ്, ആചാരങ്ങൾ, അതേപോലെ തന്നെ ബലികർമ്മങ്ങളൊക്കെ കുറിച്ച് ബലികർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ആയിരുന്നു യജുർവേദയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ 4 വേദിക് ലിറ്ററേച്ചർ ആയിരുന്നു പ്രധാനമായും ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തത്. അപ്പൊ നമ്മൾ ഋഗ്വേദ, അഥർവേദ, സാമവേദ, യജുർവേദ എന്നൊക്കെ പറയുമ്പോൾ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പദമാണ് ഈ വേദ. ഈ വേദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളേജ് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു വേദ എന്നുള്ളത് എന്ത് ചെയ്യപ്പെട്ടു, കാലങ്ങൾ തോറും ഡെവലപ്പായി വരികയും അത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പറഞ്ഞു ഇതില് കുറെ വേദങ്ങൾ, ഇപ്പൊ ഋഗ്വേദം ആയിക്കോട്ടെ മറ്റ് വേദങ്ങളായിക്കോട്ടെ, ചിലതിലൊക്കെ ദൈവത്തിന്റെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങളാണുള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവയെ കുറിച്ചിട്ട് ശ്രുതി എന്ന പേരും പറയാറുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെടേണ്ടത് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഏതായാലും ഈ വേദങ്ങളിലൊക്കെയും ഒരുപാട് മൂല്യങ്ങളെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള കുറെ വാല്യൂസ്, അവരിൽ ഉണ്ടാവേണ്ട വാല്യൂസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തൈത്രീയ അരങ്ക്യ എന്നറിയപ്പെടുന്ന പ്രയർ ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ നോളേജ്, ട്രൂത്ത്, പീസ്, ഹാർമണി ഇല്ലേ, അറിവ്, അതേപോലെ സത്യം, സമാധാനം, അതേപോലെ സാഹോദര്യം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെയൊക്കെ പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതോ അപ്രകാരം തന്നെ മുതിർന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണമെന്നും, അതേപോലെ തന്നെ നമ്മളിൽ എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒരു അനലിറ്റിക്കൽ എല്ലാം ഒരു അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കണമെന്നും ഒക്കെ ഇവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഹോണസ്റ്റി അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ വേദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദ നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നേച്ചർ ഈസ് സ്ട്രെസ്ഡ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ട്, അതിനെ കൃത്യമായി പരിചരിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു പൗരന്റെ ധർമ്മങ്ങൾ എന്താണ്, ദേശത്തോട് കാണിക്കേണ്ട സ്നേഹം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുമ്പോൾ ചെയ്യുന്നുണ്ട്, ഓരോ വേദത്തിലും ഇതുമൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കാം. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ നമ്മള് എന്ത് പറഞ്ഞു, ഓരോ കാലഘട്ടങ്ങൾ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറച്ച് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ട് പരിചയപ്പെടുത്തി. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ചില സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഉയർന്നു വന്നതുമായി ബന്ധപ്പെട്ടാണ് ഓരോ കാലങ്ങളിലായിട്ട് നമ്മൾ തരംതിരിച്ചത്. ഇനി നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്കൂൾസിനെ കുറിച്ചിട്ട്, ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഫിലോസഫിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇന്ത്യൻ ഫിലോസഫി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സ്കൂൾസിനെയും 2 കാറ്റഗറി ആക്കി മാറ്റാൻ പറ്റും. ചിലത് ഓർത്തഡോക്സ് ആയിട്ടും മറ്റ് ചിലത് ഹെട്രോഡോക്സ് ആയിട്ടും മാറ്റിത്തിരിക്കാൻ പറ്റും. ചിലത് ദൈവത്തിൽ വിശ്വസിക്കുന്നതും മറ്റു ചിലത് ദൈവത്തിൽ വിശ്വസിക്കാത്തതും. ഓർത്തഡോക്സ് ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഹെട്രോഡോക്സ് ദൈവത്തിൽ വിശ്വസിക്കാത്ത സ്കൂളായിട്ടും വിലയിരുത്താൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഓർത്തഡോക്സ് സ്കൂൾ. ഇന്ത്യൻ ഫിലോസഫിയിൽ ഉയർന്നു വന്ന ദൈവവിശ്വാസമുള്ള, ദൈവത്തിന്റെ ഉണ്മയെ അംഗീകരിക്കുന്ന സ്കൂൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. പ്രധാനമായും 6 ഓർത്തഡോക്സ് സ്കൂൾസ് ആണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ന്യായ സ്കൂളാണ്. ഇത് ന്യായ എന്നാണ് ഈ ഒരു ഫിലോസഫിയുടെ പേര്. ഇതിന് നമ്മൾ സ്കൂൾ ഓഫ് ലോജിക് എന്നും പേര് പറയുന്നുണ്ട്. അക്സപാദ ഗൗതമയാണ് ഇതിന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തതിന് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ന്യായസൂത്ര എന്ന പുസ്തകത്തിലൂടെയായിരുന്നു ഈ ഒരു സ്കൂൾസ് ഓഫ് ഫിലോസഫിക്ക് അദ്ദേഹം ഫൗണ്ടേഷൻ കുറിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്. രണ്ടാമത്തെ ഒരു ഓർത്തഡോക്സ് സ്കൂളാണ് വൈശേഷിക എന്ന് പറയുന്ന സ്കൂൾ.
ഇത് അറ്റോമിസ്റ്റിക് സ്കൂൾ. ഇല്ലേ? ആറ്റമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഓരോ വസ്തുക്കളും ഉണ്ടായത് ആറ്റമിൽ നിന്നാണ്, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും ചെറിയൊരു കണിക, എല്ലാ വസ്തുക്കളും ഈ ഓരോ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓരോ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് ആറ്റംസിൽ നിന്നൊക്കെയാണെന്ന് പ്രതിപാദിക്കുന്ന പറയുന്ന ഒരു സ്കൂൾസ് ആണ് വൈശേഷിക എന്ന് പറയുന്നത്. ഇതിന് ഉലൂക്ക കന കനാഡ എന്നുള്ള ഫിലോസഫറാണ് ഇതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ വൈശേഷിക സൂത്രയായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇത് BC 2-ാം നൂറ്റാണ്ടിന്റെയും 4-ാം നൂറ്റാണ്ടിന്റെ ഇടയിലായിട്ടായിരുന്നു വിരചിതമായത്, സ്ഥാപിക്കപ്പെട്ടത്. മൂന്നാമത്തെ ഓർത്തഡോക്സ് സ്കൂളാണ് സംഖ്യ ഫിലോസഫി എന്നറിയപ്പെടുന്ന സ്കൂള്. അപ്പോ ഇതിനെ കപില എന്ന ഫിലോസഫറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. 2-ാം നൂറ്റാണ്ടിൽ BC 2-ാം നൂറ്റാണ്ടായി മുമ്പായിട്ടായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. നാലാമത്തെ ഓർത്തഡോക്സ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള നാലാമത്തെ ഒരു സ്കൂളാണ് യോഗ എന്ന് പറയുന്നത്. ഇത് പതഞ്ജലി, സ്കൂൾ ഓഫ് പതഞ്ജലി എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യോഗ സൂത്രയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, BC 2-ാം നൂറ്റാണ്ടിൽ വിരചിതമായ യോഗസൂത്രയിൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അഞ്ചാമത്തത് പൂർവമീമാംസ എന്നുള്ള ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂളാണ്. ഇത് നമ്മുടെ വേദങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി വന്ന ഈ ആചാരങ്ങളെ കുറിച്ചിട്ട് ഒക്കെ പറയുന്ന സ്കൂളാണ് പൂർവമീമാംസ എന്ന് പറയുന്നത്. ഇത് സൂത്രാസ് ഓഫ് ജൈമിനി എന്ന ഒരു ഗ്രന്ഥം രചിതമായതിലൂടെ, ആ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് പൂർവമീമാംസ എന്ന സ്കൂൾ ഫിലോസഫിക്ക് തുടക്കം കുറിക്കുന്നത്. മറ്റൊന്നാണ് വേദാന്ത. വേദാന്ത എന്നുള്ളത് ഉപനിഷത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉയർന്നു വന്ന ഒരു ഫിലോസഫിക്കൽ സ്കൂളാണ് വേദാന്ത എന്ന് പറയുന്നത്. ഇതില് വേദിക് ഫിലോസഫിയാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് വേദാസിന്റെ അവസാനമൊക്കെ എന്ത് ചെയ്യുന്നത്, വേദാന്ത എന്ന് പറയുമ്പോൾ വേദങ്ങളുടെ അന്ത്യം ഇല്ലേ, അത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗ്രന്ഥമായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ബ്രഹ്മസൂത്രയാണ്. ബദറയൻസ് എന്നവരുടെ ബ്രഹ്മസൂത്രയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വേദാന്ത സൂത്ര എന്നറിയപ്പെട്ട ബ്രഹ്മസൂത്രയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഈ ഒരു 6 സ്കൂളുകളാണ് ഓർത്തഡോക്സ് സ്കൂൾ, അല്ലെങ്കിൽ ആസ്തിക, ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ ഉണ്മ വിശ്വസിക്കുന്ന 6 സ്കൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 6 സ്കൂളുകളാണ് അവയൊക്കെ. ഇനി ഇന്ത്യൻ ഫിലോസഫി മറ്റു ചില സ്കൂളുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിലെ മറ്റു ചില ബ്രാഞ്ചസുകൾ ദൈവത്തിന്റെ ഒരു എക്സിസ്റ്റൻസിനെ, ദൈവത്തിന്റെ ഉണ്മയെ നിഷേധിക്കുന്ന കുറെ സ്കൂളുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇവര് ഈ ഹെറ്ററോഡോക്സ് സ്കൂൾ എന്ത് ചെയ്യുന്നില്ല, ഒരു നിലക്കും വേദങ്ങളുടെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെയോ ഒന്നും ഒരു അതോറിറ്റി അവർക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ച് റോളുള്ളതായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല. ഇവയെ നാസ്തിക സ്കൂൾസ് ഒന്നും പറയാറുണ്ട്. പ്രധാനമായും ബുദ്ധിസം, ജൈനിസം, അതേപോലെ ചാർവക എന്നീ സ്കൂളുകളാണ് ഈ ഹെറ്ററോഡോക്സ് സ്കൂളുകളിൽ നമ്മൾ എണ്ണുന്നത്. ഇനി നമ്മൾ ഓർത്തഡോക്സ് സ്കൂളിലായിട്ട് എണ്ണിയിട്ടുള്ള ന്യായ, അതേപോലെ വൈശേഷിക, ഇവയെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. സ്പീഡ് ഉണ്ടോ? സമയം കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പോണത്. ഇൻ കേസ് ഇഫ് യു ആർ ഫേസിങ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, അഥവാ ഇത് ഫോളോ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, സ്ലോ ആക്കാം. ഓക്കെ. പിന്നെ അടുത്ത നമ്മൾ ന്യായ, അതേപോലെ വൈശേഷിക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓർത്തഡോക്സ് സ്കൂൾസ് അല്ലെ, ഇന്ത്യൻ ഫിലോസഫിയിലെ ഓർത്തഡോക്സ് സ്കൂൾ ആയിട്ടുള്ള ന്യായ, അതേപോലെ തന്നെ വൈശേഷിക എന്നീ സ്കൂൾസ് ഓഫ് ഫിലോസഫിയെ കുറിച്ച് നമുക്ക് പറയാൻ പോണത്. ഇവർ ഈ 2 ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾ മുന്നോട്ട് വെക്കുന്നുള്ള വാല്യൂസ് എന്താണ്, ഇവരുടെ ഒരു ഫിലോസഫി എന്താണ് എന്നാണ് പറയാൻ പോണത്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ന്യായ ഫിലോസഫി നമുക്ക് പഠിക്കാം. ഈ ന്യായ ഫിലോസഫിയെ നമുക്ക് സ്കൂൾ ഓഫ് ലോജിക് എന്നും നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാൻ പറ്റും. ഇവരാണ് ആദ്യമായിട്ട് സയന്റിഫിക് റൂൾസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോളേജ് കരസ്ഥമാക്കേണ്ടത്, അതേപോലെ തന്നെ ഒരു എൻക്വയറി, അന്വേഷണത്തിന്റെ ഒബ്ജക്റ്റ് എങ്ങനെ, ഏത് രീതിയിൽ എന്ത് ചെയ്യപ്പെടണം, കൃത്യമായിട്ട് ഗവേഷണം ചെയ്യപ്പെടണം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് സയന്റിഫിക് റൂൾസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു സ്കൂളായിരുന്നു. അപ്പൊ ഇവര് ദിസ് സിസ്റ്റം ഡെവലപ്പ് ദ സ്കിൽസ് ഓഫ് ലോജിക് ആൻഡ് റീസണിങ് അല്ലെ, ലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതേപോലെ തന്നെ മനുഷ്യന്റെ റീസണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറെ സ്കില്ലുകൾ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും വെരിഫിക്കേഷൻ നടത്തേണ്ടതിനെ കുറിച്ചും, ഓരോ കാര്യങ്ങളും
നല്ല രീതിയിൽ ഫെയർനെസ് ആയിട്ട് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കോഷൻ കൃത്യമായ ബോധത്തോടെ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഇവര് മുന്നോട്ട് വെക്കുന്നുണ്ട്, അതായത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5 ഘട്ടങ്ങൾ ഉള്ളതായിട്ട് ന്യായ ഫിലോസഫി പറയുന്നുണ്ട്. ഒന്നാമത്തത് പ്രൊപ്പോസിഷൻ. നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് ഈ പ്രൊപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു റീസൺ, നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഒരു കാരണമുള്ളതായിട്ടും എക്സാമ്പിൾ, അതിന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഈ ലോകത്ത് അതിന് റിയൽ എക്സാമ്പിൾ ഉള്ളതായിട്ടും അപ്ലിക്കേഷൻ, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ടും കൺക്ലൂഷൻ, അതിന് കൃത്യമായ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടും ഇവർ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓരോ ഇൻഫറൻസിനും നമ്മളുടെ ഓരോ അറിവുകൾക്കും ഒരു 5 ഘട്ടമാണുള്ളത്. ഒന്ന്, ഒരു പ്രൊപ്പോസിഷൻ ഉണ്ടായിരിക്കും, അഥവാ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തും അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു പ്രൊപ്പോസിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യാൻ, സത്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ സത്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ പ്രൊപ്പോസൽക്ക് പറയാൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ കൃത്യമായ റീസൺ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു റീസൺ വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടൊരു എക്സാമ്പിൾ, നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് ഒരു എക്സാമ്പിളും നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വെറും തിയററ്റിക്കൽ അല്ല, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോ ഓരോ നോളേജിനും ഒരു 5 സ്റ്റെപ്സ്, ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതൊരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊപ്പോസൽ, ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നു അല്ലെ, ദർ ഈസ് എ ഫയർ ഓൺ ദ മൗണ്ടൻ. ഒരാൾ വന്ന് പറയാണ്, മലമുകളിൽ എന്തുണ്ട്, തീയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം മലമുകളിൽ തീ എന്ന് പറയാൻ കാരണം എന്താ? ഒരു കാരണമില്ലാതെ പറയില്ല. കാരണം ദർ ഈസ് എ സ്മോക്ക് എബോവ് ഇറ്റ്, കാരണം മലമുകളിൽ നിന്ന് പുക ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മലമുകളിൽ തീ ഉള്ളതായിട്ട് പറയാം. അപ്പൊ എക്സാമ്പിൾ എന്താ, ഈ ഒരു പുകയുള്ള സ്ഥലത്ത് തീ ഉണ്ടാവും നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, വേർ ദർ ഈസ് സ്മോക്ക് ദർ ഈസ് ഫയർ, ആസ് ഇൻ ദ കിച്ചൺ. നമ്മളെ വീടിന്റെ കിച്ചണിലൊക്കെ എന്തുണ്ട്, തീ ഉണ്ടാകുമ്പോൾ പുക വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീസൺ വെച്ചിട്ട് ഈ ഒരു പ്രൊപ്പോസിഷൻ പറയുന്നത്. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കിച്ചണിൽ തീ കണ്ടപ്പോൾ അവിടെ പുക കണ്ടതുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കാരണം നമുക്കൊരു റീസൺ കിട്ടിയില്ലേ. എപ്പോഴും പുക വേണമെങ്കിൽ ഒരു തീ ഉണ്ടായിരിക്കണം എന്ന് റീസൺ കിട്ടി. നമ്മൾ അത് എവിടെ അപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അപ്ലിക്കേഷൻ, ദിസ് ഈസ് ദ കേസ് വിത്ത് ദ മൗണ്ടൻ. അപ്പോ ഇതേ കാര്യം തന്നെ കിച്ചണിൽ തീ ഉള്ളപ്പോൾ പുക വന്നത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പർവ്വതത്തിന് മുകളിലും പുക വരാനുള്ള കാരണം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. കൺക്ലൂഷൻ, അപ്പൊ ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, therefore there is a fire on the mountain. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മലമുകളിൽ പുക വരുന്നത് കൊണ്ട് തന്നെ മലമുകളിൽ തീ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നർത്ഥം. ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ സച്ച് എൻക്വയറീസ് വാലിഡ് ഓൺലി വെൻ. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ രീതിയിൽ പ്രൊപ്പോഷൻസ്, എല്ലായിടത്തും പ്രൊപ്പോഷൻ, റീസൺ, എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവൂ. ചില സ്ഥലത്ത് ചിലപ്പോൾ പാളിപ്പോവും. അപ്പൊ ഇത്തരത്തിലുള്ള കാലത്ത് ശരിയാവണമെങ്കിൽ ഈ രീതിയിലുള്ള ഇത്തരത്തിൽ ഒരു റീസണിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ കാണുന്നു, ആ എക്സാമ്പിൾ നമ്മൾ റീസൺ ഉണ്ടാക്കിയെടുക്കുന്നു, ആ റീസൺ നമ്മുടെ സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ ശരിയാവണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, എ ഡൗട്ട് എക്സിസ്റ്റ്. ആദ്യം നമുക്കൊരു സംശയം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഡൗട്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സർട്ടേനിറ്റി, ഉറപ്പുണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ദർ ഇസ് എ പ്രോപ്പർ പർപ്പസ് ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ദ ഹയസ്റ്റ് ഗുഡ്. അപ്പൊ ഒരു നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻക്വയറി നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിനെ കൺഫേം ചെയ്യാൻ സാധിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഏതായാലും ഈ രീതിയിൽ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ നമ്മൾ പറഞ്ഞില്ല, ഈ രീതിയിൽ ഒരു എന്ത് ചെയ്യുന്നു, റീസൺ, ഒരു എക്സാമ്പിൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ റീസൺ കണ്ടെത്തുന്നു. ആ റീസൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മറ്റ് കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഓരോ സ്ഥലത്തും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അപ്പൊ ഇതേ രീതി, ഈ ഒരു പാരാമീറ്റർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾക്കിടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഡെയിലി ലൈഫിലും അതേപോലെ തന്നെ അക്കാഡമിക്സിലൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു 5 സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വസ്തുക്കളും ഓർഗനൈസ്ഡ് ആയി ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ കർമ്മത്തിനും ഒരു പർപ്പസ് ഉണ്ടാവേണ്ടതിനെ കുറിച്ചിട്ട്, ഓരോ
കാര്യങ്ങളിലും കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏഹ് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഷുഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി, റിമൈൻ നോൺ ജഡ്ജ്മെന്റൽ ആൻഡ് ഡെവലപ്പ് എ സയന്റിഫിക് ടെമ്പർ ടു പ്രൊജക്ട് വർക്ക്, ഡിബേറ്റ്സ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ കാര്യത്തിലും സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സത്യങ്ങൾ കണ്ടെത്താൻ പറ്റും, ചില പ്രത്യേകമായ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ പിൻപറ്റി കഴിഞ്ഞാൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ക്രിട്ടിക്കലായി ചിന്തിക്കാൻ, അനലിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ, അല്ലെ, ഒരു നോൺ ബയാസ്ഡ് ആയിട്ട് ഒരു മുൻധാരണയും ഇല്ലാതെ നോൺ ജഡ്ജ്മെന്റൽ ആയിക്കൊണ്ട് ചിന്തിക്കാനും, അവർക്കിടയിൽ ഒരു സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തിലുള്ള അഭിരുചി അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാനൊക്കെ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ശ്രമിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അത് നമുക്ക് പ്രൊജക്ട് വർക്കുകളിലൂടെ, ഡിബേറ്റുകൾ നടത്തിയിട്ട്, അതേപോലെ ബ്രെയിൻ സ്റ്റോമിംഗ് ആക്ടിവിറ്റീസ് നടത്തിയിട്ടൊക്കെ കുട്ടികളിൽ ഈ തരത്തിലുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ന്യായ സ്കൂൾ ബന്ധപ്പെട്ട് പറയാനുള്ളത്. ന്യായ സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ലോജിക് എന്ന് പറയുന്നു, അല്ലെ. സ്കൂൾ ഓഫ് ലോജിക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇവരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഓരോ ഇൻഫറൻസിന് പിന്നിലും 5 സ്റ്റെപ്സ് ഉള്ളതായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, പറയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് ക്ലാരിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് വൈശേഷിക സ്കൂൾ എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ഇന്ത്യൻ സ്കൂൾ ഫിലോസഫിക്കൽ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്കൂളാണ് വൈശേഷിക സ്കൂൾ. ഇത് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ വ്യക്തിയുടെയും സ്വഭാവങ്ങൾ എങ്ങനെയാണോ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ ഈ ലോകം അറ്റോമിക് ആയിട്ടുള്ള ഘടനയുടെ ലോകമാണ് എന്നൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ഈ ലോകം എന്നുള്ളത് എന്താണ്, ആറ്റംസ് ചേർന്നിട്ടാണ് ഈ ലോകം ഉണ്ടായത്. അത് ഈ ആറ്റംസ് എന്നുള്ളത് നമ്മുടെ സോൾ നിന്നൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ആറ്റംസ് വേറെയാണ്, സോൾ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഡ്യുവലിസം, നമ്മൾ ഓരോ വ്യക്തിയിലും ഒരു 2 വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് മാറ്റർ, ഒന്ന് അയാളുടെ ഈ ശരീരത്തെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തെ രൂപീകരിച്ചിട്ടുള്ള മാറ്റർ, അയാളുടെ ഒരു കോമ്പണന്റ് എന്നൊക്കെ പറയാം, അതും പിന്നെ ഒന്ന് ആത്മാവും. അപ്പൊ ഇവര് പറയുന്നത് മൈൻഡ് ആൻഡ് ബോഡി രണ്ടും രണ്ടാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ വൈശേഷിക ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആറ്റംസിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ആറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, സോളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് ഈ ആറ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു ആശയപ്രകാരം അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്താധാര പ്രകാരം ഓരോ വ്യക്തിയിലും ഡുവലിസം ഉണ്ട്. ഡുവലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ഓരോ വ്യക്തിയിലും അടങ്ങിയിട്ടുണ്ട്. ഒന്ന് അയാളുടെ മൈൻഡ് അല്ലെങ്കിൽ അയാളുടെ ആത്മാവ്, മറ്റൊന്ന് അയാളുടെ ബോഡി അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കുന്ന സാധനം. അപ്പൊ ഏതായാലും അതുകൊണ്ട് തന്നെ സബ്സ്റ്റൻസ് ആൻഡ് ക്വാളിറ്റീസ് കോ എക്സിസ്റ്റ്. ഈ മാറ്റർ അല്ലെങ്കിൽ സോൾ, അല്ലെങ്കിൽ ഇതിനെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയാം, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം സാവസിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്, ഒരു റോസ് എന്ന സാധനം. അപ്പൊ അത് റോസ് എന്നതിന്റെ കൂടെ തന്നെ എന്താണ്, അതിലൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള റെഡ് കളർ എന്നൊരു റോസിന്റെ മാറ്റർ വേറെയാണ്, അതിന്റെ കളർ വേറെയാണ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഈ പെർസെപ്ഷൻ, ഒരു അറിവുമായി ബന്ധപ്പെട്ട് 6 ഫോൾഡ് ആയിട്ടുള്ള 6 ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾക്ക് അറിവ് ലഭിക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒന്ന് സബ്സ്റ്റൻസ്, ഓരോ കാര്യത്തിലും ഒരു 6 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് സബ്സ്റ്റൻസ്, ഒരു വസ്തു, ആ വസ്തുവിന് കൃത്യമായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, ആ വസ്തുവിന് പ്രത്യേകമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടായിരിക്കും, ആ വസ്തുവിന് കൃത്യമായിട്ടുള്ള ഒരു വർഗം, അത് ബിലോങ്സ് ടു ആവുന്ന അല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന ഒരു വർഗം ഉണ്ടായിരിക്കും, അതിന് ചില പ്രത്യേകമായിട്ടുള്ള യുണീക്നെസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിനൊരു സിന്തസിസ് ഉണ്ടായിരിക്കും, മറ്റേ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിൽ നിന്നും ഉള്ള ക്വാളിറ്റീസ് ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കും. അവിടെ ഒരു നായയുടെ ഉദാഹരണം വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, അല്ലെ. ഒരു നായയെ സംബന്ധിച്ചിടത്തോളം ഒരു നായ എന്നുള്ളത് സബ്സ്റ്റൻസ് ആണ്, അതിന്റെ ക്വാളിറ്റിയാണ് അതിന്റെ ഷേപ്പും അതിന്റെ കളറും. അതേപോലെ അതിന്റെ ആക്ഷൻ ആണ് കുരക്കുക എന്നുള്ളത്, അതെന്നുള്ളത് ഡോഗ്സ് ഫാമിലിയിൽപ്പെട്ട സാധനമാണ്. അതേപോലെ തന്നെ അതിന്റെ തലയിൽ എന്തുണ്ടാവുക, ഒരു വെയിറ്റ് പാച്ച് ഉണ്ടാവുക എന്നുള്ളത് അതിന് മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് എന്തായി മാറുക, അതൊരു നായയായി മാറുക എന്നുള്ളത് അതിന്റെ സിന്തസിസ് ആയിട്ടുള്ള പവറാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ, ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ
അതില് 6 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഒരു 6 കാര്യങ്ങൾ അടങ്ങുമ്പോഴാണ് ഒരു വസ്തു നമ്മൾ തിരിച്ചറിയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു വസ്തു ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ ക്ലാസ്സിലേക്ക് അടങ്ങി വരുമ്പോൾ അതേപോലെ തന്നെ അതിനൊരു പ്രത്യേകമായിട്ടുള്ള യുണീക്നെസ് മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സിന്തസിസ് ചെയ്തുകൊണ്ട് എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അത് കേൾക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ വസ്തുവിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ആ വസ്തുവായി മാറുന്നത് എന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഈ ഒരു 6 ഫോൾഡ് വ്യൂ ഓഫ് പെർസെപ്ഷൻ ക്ലിയർ ആണ്. ഓക്കെ, ഏതായാലും ഈ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് നമ്മുടെ സയൻസിൽ അതേപോലെ മാത്തമാറ്റിക്സില് ജിയോഗ്രഫിയിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത്. ഏതായാലും ദ വാല്യൂസ് ഓഫ് യുണീക്നെസ് ആൻഡ് ഇൻഡിവിജ്വലിസം ആർ റെക്കഗ്നൈസ്ഡ് ലീഡിങ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഐഡന്റിറ്റി. അപ്പൊ ഇവർ പറയുന്നത് ഓരോ വ്യക്തിക്കും കൃത്യമായ ഒരു ഐഡന്റിറ്റി, ഒരു യുണീക്നെസ് ഉണ്ട് എന്നാണ്. ആ ഒരു വാല്യൂസ് ആണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഏതായാലും ത്രൂ അനാലിസിസ് ആൻഡ് സിന്തസിസ് വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബോത്ത് വൺ സെൽഫ് ആൻഡ് ദ സറൗണ്ടിങ് വേൾഡ്. ഓരോ വ്യക്തിയുടെയും അനാലിസിസ് അതേപോലെ തന്നെ സിന്തസിസ് രണ്ടിനെയും കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തി എന്താണ് എന്നും ആ ഒരു വസ്തു അതിന്റെ സറൗണ്ടിങ് വേൾഡുമായി ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ എന്താണ് എന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ 1 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇനിയും കുറച്ചധികം ഉണ്ട്. അപ്പൊ ഇനി എടുത്താൽ ഈ ഒരു ഹവർ കൊണ്ടൊന്നും തീരൂല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഹിസ്റ്ററിയില് കുറച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് ഏത് +2 ഹിസ്റ്ററിയിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. താങ്ക് യു. ഇനി കുറെ ഓക്കെ, താങ്ക് യു.